സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ആമേൻ. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഉച്ച കഴിഞ്ഞ സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. പ്രിയ സോഫി ആൻറ്റി ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഷെർലി സിസ്റ്റർ മനോഹരമായ പാട്ടുപാടി, അമ്മണി സിസ്റ്റർ, എൽസി ആൻറ്റി എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ ജെസി ആൻറ്റി ഉണ്ട്. ഹല്ലേലൂയ. എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാവിലെ ആമേൻ പ്രിയ ഷേർലിയും അതേപോലെ സോഫി ആൻറ്റിയും മെസ്സേജ് ഇട്ടപ്പോൾ ആമേൻ ഞാൻ അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, എന്താണ് വചനത്തിൽ നിന്ന് ആമേൻ സംസാരിക്കേണ്ടത്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുമ്പേ ദൈവം എന്നോട് ഇടപെട്ടതായ, ദൈവം എന്നെ ഹല്ലേലൂയ എന്നോട് അവർ സംസാരിച്ച ഒരു ഭാഗമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ആ ഒരു വാക്യം തന്നെ വളരെ ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോഴും ആ ഒരു വാക്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് ആമേൻ ഓടി വരുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോഴും അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവവചനം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെയും ജീവിതത്തിൽ പ്രയോജനം ചെയ്യുമെന്ന് നിശ്ചയമായും ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വചനം ആര് പറയുന്നു എന്നുള്ളതല്ല, നമുക്ക് ആർക്കും വചനത്തിൽ വലിയ പ്രാഗൽഭ്യമുള്ളതല്ല. കർത്താവിന്റെ ദാസൻ ഇതിന്റെ അകത്തുണ്ട് എന്ന് എനിക്കറിയാം. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വചനത്തിൽ വളരെ പ്രാഗൽഭ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആമേൻ. സ്തോത്രം. എങ്കിലും പരിശുദ്ധാത്മാവാം ദൈവം ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. ദൈവം നമ്മളോട് സംസാരിപ്പാൻ ശക്തനാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്, അത് ദൈവമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, അത് ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മുടെ വായിൽ നിന്ന് ഉരുവിടുന്ന ദൈവത്തിന്റെ വചനം അത് ഹല്ലേലൂയ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ്. അത് നമ്മളെ നിത്യതയോട് അടുപ്പിക്കുന്നതാണ്. അത് നമ്മളെ പണിയുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മളെ ഫലമുള്ളതാക്കുന്നതാണ്, ചെത്തി വെടുപ്പാക്കുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദിവസങ്ങളിലെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുക, നിത്യത നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഒരു മടങ്ങിവരവാണ് ഇന്ന് ആത്മീയ ഗോളത്തിന് ആവശ്യമായിട്ടുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റ് സ്തോത്രം ഭൗതിക നന്മകൾ ഒന്നും വേണ്ട എന്നല്ല പറയുന്നത്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിലെല്ലാം ഉപരിയായി രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയ ആ ഒരു സന്തോഷത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നിത്യത നഷ്ടപ്പെടാതെ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടി അങ്ങ് എത്തുക എന്നുള്ളതാണ്. സ്തോത്രം. അതിന് തടസ്സമായിട്ട് നാം ആയിരിക്കുന്നതായ ലോക ചുറ്റുപാടുകൾ സ്തോത്രം. കേൾക്കാമല്ലേ? ഹല്ലേലൂയ. അതിന് തടസ്സമായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, സ്തോത്രം, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകൾ, പലപ്പോഴും ആത്മീക ഗോളത്തിൽ തന്നെ നമ്മളെ വീഴ്ത്തിക്കളയുവാനായി ശ്രമിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏത് കഷ്ടത വന്നാലും ശോധന വന്നാലും നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നിത്യത എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലുള്ള നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ജീവിതത്തെ കർത്താവ് പണിതെടുത്ത് കുശവൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ദൈവസഭയിൽ ശുശ്രൂഷ ഒരു ഭാഗം കുശവൻ പണിതെടുക്കുന്ന ഒരു അനുഭവമാണ്. അത് അദ്ദേഹം അത് വ്യക്തമാക്കിയപ്പോൾ ശരിക്കും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയതുപോലെ എനിക്ക് തോന്നുവാനായിട്ട് ഇടയായി തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ കുശവൻ ആ മണ്ണ് എടുത്തുകൊണ്ട് വന്നതിന്റെ കട്ടയൊക്കെ ഉടച്ച് അതിനെ അതിന് ചില സമയങ്ങളുണ്ട്, ആ സമയമെടുക്കും. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് നടത്തുന്ന ഒരു പ്രോസസ്സിംഗ് അല്ല, വളരെ ദിവസങ്ങൾ കൊണ്ട് പണിതെടുക്കുന്ന ഒരു അനുഭവമാണ്. അത് നമ്മൾ പലരും ആ ഒരു പണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും കടന്നു പോയവരും ഒക്കെയാണ്. സ്തോത്രം. ഈ ഒരു അനുഭവത്തിലേക്ക് ഇവിടെ ഇരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും കടത്തിവിട്ടതായ ആ ഒരു ശോധന എന്ന് പറയുന്നത് മറ്റു പലർക്കും ഏൽപ്പിച്ചു കൊടുത്താൽ അവർ വിശ്വാസ കോളത്തിൽ തന്നെ നിൽക്കുമോ എന്ന് പോലും അറിയാൻ വയ്യാത്ത സാഹചര്യങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നത്. അതുകൊണ്ട് തന്നെ സ്തോത്രം, നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഏത് കഷ്ടത വന്നാലും, ഏത് അനുഭവം വന്നാലും, ഏത് തീച്ചുള വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ഹല്ലേലൂയ. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഒന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറപ്പുള്ള 100 അല്ല 101
100% ഉറപ്പുള്ള ദൈവമക്കളാണ് നാം ഓരോരുത്തരും എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. സ്തോത്രം. അതിനുവേണ്ടി നിന്ദകൾ സഹിച്ചു, പരിഹാസങ്ങൾ സഹിച്ചു. ഒത്തിരി ചോദ്യങ്ങൾ നമുക്കെതിരെ വന്നു. ഒരുപാട് കരങ്ങൾ, ചൂണ്ടുകരങ്ങൾ ചൂണ്ടി നമ്മളെ നോക്കി പറഞ്ഞു. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ പ്രൈസലോ ഇന്നും നിർത്തിയിരിക്കുന്നത് ആ ദൈവത്തിന്റെ കൃപയാകയാൽ ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് സോഫിയാന്റിയോട് ഒന്ന് പറയണം, ആ പ്രിയ ആന്റി ഒന്ന് കോണ്ടാക്ട്. നിങ്ങളൊക്കെ കണ്ടു കാണും, വിജി ജോസഫ് എന്ന് പറയുന്നതായ പ്രിയ ആന്റിയുടെ സ്തോത്രം സാക്ഷ്യം. കാട്ടാന ചവിട്ടിക്കൊന്നതായ ഒരു മോൻ അലൻ എന്ന് പറയുന്ന മോന്റെ മമ്മിയുടെ സാക്ഷ്യം. ഞാൻ 2-3 പ്രാവശ്യം അത് കേട്ടു. സ്തോത്രം. ആ കുഞ്ഞിന്റെ നിത്യതയെ പറ്റിയുള്ള അവന്റെ ആ ഒരു വലിയ കാഴ്ചപ്പാടിനെ വളരെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനപ്പോ ഓർത്തു, സ്തോത്ര, സമയം കിട്ടുമ്പോൾ എങ്ങനെയും ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിൽ ആ പ്രിയ ആന്റി ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സ്തോത്രം. അത് കേട്ടിട്ടില്ലാത്തവരത് കേൾക്കുവാൻ ശ്രമിക്കണം. എന്നാൽ മധ്യാഹ്ന സമയത്ത് അല്പസമയം ദൈവവചനത്തിൽ ചിന്തിക്കുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. ആർക്കെങ്കിലും അതൊന്ന് സ്തോത്രം വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വചനം കയ്യിലെടുത്ത് ആ ഭാഗം ശ്രദ്ധയോടെ വായിക്കണമേ എന്ന് ദൈവനാമത്തിൽ വളരെ താഴ്മയോടെ ഓർമ്മിപ്പിക്കുന്നു. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. സ്തോത്രം. പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. അവൻ തീവെട്ടിക്കടുത്ത് ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ടു അവനെ ഉറ്റുനോക്കി. ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാൻ അല്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 മണി നേരം കഴിഞ്ഞാറെ വേറൊരുവൻ ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂവി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂകും മുമ്പേ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. യേശുവിനെ പിടിച്ചവർ മതി ആന്റി, മതി. താങ്ക് യു. 62 വരെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ ഭാഗം നാം വായിച്ചപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പിന്മാറ്റത്തിന്റെ അവസ്ഥയെ പറ്റി വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ആ ഭാഗം ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല അപ്പായെ, ആ പാദപീഠത്തിങ്കിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്ന കർത്താവേ, വചനം അങ്ങയുടേതാണ്. അടിയനെ പൂർണ്ണമായി ദൈവസനെ താഴ്ത്തുന്നു. അവിടുത്തെ ജനത്തോട് സംസാരിക്കണം, അടിയനോട് സംസാരിക്കണം. ഇന്ന് മധ്യാഹ്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും മടങ്ങിവരവിനും കാരണമായി തീരുവാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചായിട്ട് അപ്പാ, സകല മഹത്വം അപ്പായിക്ക് മാത്രമായിട്ട് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 62 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം പത്രോസിന്റെ ഒരു പിന്മാറ്റത്തിന്റെ അനുഭവമാണ്. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊന്ന് ഓണാക്കിയിരുന്നാൽ എനിക്കും ഒരു സന്തോഷമായിരിക്കും. കാണുന്ന നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കതൊരു സന്തോഷമായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം. ഇവിടെ പത്രോസിന്റെ പിന്മാറ്റത്തെ പറ്റിയാണ് കാണുന്നത്. അവിടെ ഇങ്ങനെ 54-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ അവനെ പിടിച്ച്, ശ്രദ്ധിക്കണമേ, ഞാൻ പറയുമ്പോൾ വചനം പ്രത്യേകം വായിച്ച് ശ്രദ്ധിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിനെ ഗത്സമനയുടെ തോട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ മുമ്പിലുള്ള സാഹചര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും ആ ഭാഗം നന്നായിട്ട് അറിയാവുന്നവരാണ്. സ്തോത്രം.
ഹല്ലേലൂയ. ഇതിനു മുമ്പ് ആമേൻ സ്തോത്രം 22-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, 22-ന്റെ 34-ാം വാക്യത്തിൽ നോക്കുമ്പോൾ അവൻ പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. സ്തോത്രം. അപ്പോ ആമേൻ ഹല്ലേലൂയ, പത്രോസിന് ഒരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ് യേശു കർത്താവ് കൊടുത്തിരുന്നു. ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് വ്യക്തമായിട്ട് അവൻ ഒരു പ്രവചന ശബ്ദമല്ല കേട്ടത്, അവൻ ഒരു വാട്സപ്പ് മെസ്സേജ് അല്ല വന്നത്. യേശു കർത്താവ് തന്നെ നേരിട്ട് പത്രോസിനോട് പറഞ്ഞു, ഇന്ന് അവൻ സ്തോത്രം നേരം വിളിക്കുന്നതിന് മുമ്പേ നീ എന്നെ തള്ളിപ്പറയുമെന്ന്. ഇത് വ്യക്തമായി കേട്ട പത്രോസ് ഹല്ലേലൂയ ഈ 54-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. യേശുവും പത്രോസും തമ്മിലുള്ള ബന്ധം, യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ, തന്നോടുകൂടെ ഇരിപ്പാനും അവൻ തന്റെ ഹല്ലേലൂയ നാമത്തിലുള്ള ശുശ്രൂഷ ചെയ്യുവാനും താൻ തിരഞ്ഞെടുത്തതായ 12 പേരെ ഹല്ലേലൂയ സ്തോത്രം, അതിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുത്തു. ബാക്കി 11 പേരുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോ ഈ ഒരു അവൻ സ്തോത്രം, ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ, തന്റെ കൂടെ ഇരിപ്പാൻ, തന്റെ കൂടെ സഞ്ചരിപ്പാൻ, താൻ എവിടെ പോകുന്നുവോ അവിടെയൊക്കെ തന്നോടുകൂടെ ആയിരിപ്പാൻ, തന്നോടുകൂടെ പ്രാർത്ഥിപ്പാൻ, താൻ ഏൽപ്പിച്ച ശുശ്രൂഷ ലോകത്തിലേക്ക് കൊണ്ടു ചെല്ലുവാൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഭൂലോകം ഒക്കെയും പോയി സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ആമേൻ പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് പുത്രനായ യേശു ക്രിസ്തുവിലൂടെ, അതായത് പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാർ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ, യുഗങ്ങൾക്ക് മുമ്പേ പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ സോഫിയാന്റെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് യുഗങ്ങൾക്ക് മുൻപേ ഉള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ജെസിയാന്റെ ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളത് യുഗങ്ങൾക്ക് മുമ്പേ, അതായത് അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മളെ കണ്ട് ഹല്ലേലൂയ ശ്രേഷ്ഠമായ തെരഞ്ഞെടുപ്പിന് യോഗ്യരാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവ പൈതലും പ്രൈസ് ദി ലോർഡ്. വെറുതെ ഒന്നും തെരഞ്ഞെടുത്തതല്ല. ആമേൻ സ്തോത്രം. ഒരു രാജ്യത്തിന്റെ വോട്ടവകാശം ലഭിച്ചതുപോലെയുള്ള ആമേൻ അവകാശമൊന്നുമല്ല ഇത്. ഇത് പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് തക്കവണ്ണം അവൻ ഒത്തവണ്ണം പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ വീണ്ടെടുപ്പിലേക്ക് അയച്ചപ്പോ ആമേൻ എൽസി എന്ന് പറയുന്ന ഒരാള്, ഷേർലി എന്ന് പറയുന്ന ഒരാള്, ടിജി എന്ന് പറയുന്ന ഒരാള് ഇന്നടത്തുണ്ട് എന്ന് മുന്നറിവിന് തക്കവണ്ണം പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ വീണ്ടെടുപ്പിന്റെ വില എന്ന് പറയുന്നത് മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കുവാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് ശിഷ്യന്മാർക്കുള്ളത്. എന്താണ്? ഹല്ലേലൂയ. തന്റെ കൂടെ ഇരിപ്പാൻ, തന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് 54-ാം വാക്യത്തിന്റെ ആമേൻ അവസാന ഭാഗം ഒന്ന് നോട്ട് ചെയ്യണമേ. പത്രോസും അകലം വിട്ട് പിൻചെന്നു. എന്നോട് നമുക്ക് ചേർന്ന് പറയാമോ? പത്രോസും അകലം വിട്ട് പിൻചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരകൽച്ച ഉണ്ടായാൽ അതൊരു പിന്മാറ്റത്തിലേക്ക് വഴിമാറുന്നതാണ്. സ്തോത്രം. എങ്ങനെയുള്ള അകൽച്ച? പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുക, വചനം ധ്യാനിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ വചനം ധ്യാനിക്കാതിരിക്കുക, കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള സാഹചര്യം ലഭിക്കുമ്പോൾ ഇന്ന് പോകണ്ട നാളെ പോകാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുക. ഇങ്ങനെ ഒരു അകലം വിട്ടു വെച്ച് ഹല്ലേലൂയ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഫലം എന്ന് പറയുന്നത് പിന്നത്തേതിനൊരു വലിയ പിന്മാറ്റത്തിലേക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് വേറെ ആരുടെയും കൂടെ പോയില്ല. പത്രോസ് യേശുവിനെ യേശുവിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യങ്ങൾ പിന്നീടാണെങ്കിലും ഇവിടെ ഒരു അകലം വിട്ട് പിൻചെല്ലുകയാണ്. യേശുവിനോട് കൂടെ ഇരിക്കുവാൻ, യേശുവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, യേശുവിന്റെ കൂടെ ആയിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പത്രോസെ ഒരു ഭയം കാരണം നീ ഒരു അകലം വിട്ട് നടക്കുമ്പോൾ അതെന്ത് അതിന്റെ ഹല്ലേലൂയ പിന്നത്തേതിൽ കാരണമാകുന്നത് ഒരു വലിയ തള്ളിപ്പറച്ചിലിന്റെ അനുഭവത്തിലേക്ക്, ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയുന്ന അനുഭവത്തിലേക്ക്, അവനും ഞാനുമായി ഒരു ബന്ധമില്ലെന്ന് പറയുന്ന അനുഭവത്തിലേക്ക്, ഈ ഒരു അകൽച്ചയ്ക്ക്
കാരണമായി തീരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ ഹല്ലേലൂയ ഈ മധ്യാഹ്ന സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ രക്ഷിക്കപ്പെട്ടതാണോ? ആണ്. യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണോ? ആണ്. ആത്മാവിന്റെ നിറവുണ്ടോ? ഉണ്ട്. അന്യഭാഷ അടയാളത്തിൽ സംസാരിക്കുന്നുണ്ടോ? ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആമേൻ എന്തോ ഒരു അകൽച്ച. അവൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. അവൻ വേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയാത്തൊരനുഭവം, വേണ്ടതുപോലെ വചനം ധ്യാനിക്കുവാൻ കഴിയാത്തൊരനുഭവം. ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങൾ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ, ദൈവം ഏൽപ്പിച്ച താലന്തുകളൊക്കെ മൂടി വെച്ചിട്ട് അവൻ സ്തോത്രം ഞാനല്ല മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി 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 ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവൻ കർത്താവിനെ തള്ളിപ്പറയുന്ന അനുഭവങ്ങളിലൂടെ ഹല്ലേലൂയ ആ ഒരു അവസ്ഥയിലേക്ക് കൂടെ എത്തിക്കുന്നതാണെന്ന് ഇന്ന് രാത്രികാലം ദൈവജനമേ നാം മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അവൻ അകലം വിട്ട് പിടിച്ചില്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യലാണ്. ഹല്ലേലൂയ. അവ ഒരു പക്ഷേ അവൻ സ്തോത്രം ഹല്ലേലൂയ പത്രോസ് അവൻ ഭയപ്പെട്ടത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ യേശുവിനെ പിടിച്ചതുപോലെ തന്നെയും പിടിച്ചുകൊണ്ട് പോയാലോ എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും നാള് പടകും മലയും ഒക്കെ വിട്ടിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് നാളെ ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ എന്റെ അവസ്ഥ എന്തായി തീരുമെന്നുള്ള ചിന്ത ഹല്ലേലൂയ ആ ഒരു തന്റെ ബോധമണ്ഡലത്തിൽ തന്നെ ചിന്തിപ്പിച്ചതായ ചില അനുഭവങ്ങളായിരിക്കാം. യേശുവിന്റെ കൂടെ ഞാൻ ഇല്ല എന്ന് മറ്റുള്ളവരങ്ങ് അറിഞ്ഞോട്ടെ, എന്നാൽ ഞാൻ എവിടെയും ഉണ്ട്. സ്തോത്രം. ഇന്നത്തെ ആത്മീയ ഗോളം അങ്ങനെയാണ്. ആമേൻ ഹല്ലേലൂയ. വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ആമേൻ ഹല്ലേലൂയ ഞാനൊരു ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാളാണ്, എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ലോകത്തിന്റെ കൂടെയാണ് ഞാൻ. ലോകത്തിന്റെ ഏത് കെട്ടുപാടിലും ഞാനുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിന്റെ ഏത് അവസ്ഥകളിലും ഞാനുണ്ട്. അവിടെയും ഉണ്ട്, ഞാൻ ഇവിടെയുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ നീ ശീതവാനാണോ? അല്ല. നീ ഉഷ്ണവാനാണോ? അല്ല. നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമണ്ണുകളെയും. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആമേൻ കർത്താവിന്റെ വരങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ആമേൻ ഇന്ന് രാത്രി ഇന്ന് മധ്യാഹ്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ ഓർമ്മിപ്പിക്കുവാനുള്ളത് അകലം വിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇന്ന് മധ്യാഹ്ന സമയത്ത് ദൈവത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു തള്ളിപ്പറച്ചിലിന്റെ അനുഭവത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ടെന്ന് വാണിംഗ് തരികയാണ്. സ്തോത്രം. ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുപക്ഷേ അവൻ രാത്രിയിൽ തട്ടി ഉണർത്തുന്ന 3 മണിക്കായിരിക്കും പറയുന്നത് എഴുന്നേൽക്ക് നീ പ്രാർത്ഥിക്ക് എന്ന് പറയുന്ന സമയത്ത് അവൻ ക്ഷീണമാണ്, ഞാൻ അല്പം കൂടെ ഉറങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കാമെന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ. ഈ സമയത്ത് ദൈവം ഹല്ലേലൂയ മറ്റൊരാളെ തട്ടി ഉണർത്തും. പ്രൈസ് ഗോഡ്. പിന്നീട് ദൈവം നിന്നോടൊന്ന് പറയത്തില്ല, നമ്മോടൊന്ന് പറയത്തില്ല. ഇന്ന് മധ്യാഹ്ന സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേ ഒരുപക്ഷേ ഹല്ലേലൂയ ആമേ ഇന്ന വചനഭാഗം വായിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ആമേൻ ആത്മാവിൽ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്റെ ജോലി ഒന്ന് ഒതുക്കി തീർത്തിട്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ളത് അവിടെ നാമായിട്ട് സ്റ്റോപ്പിട്ട് കഴിയുമ്പോൾ ദൈവം ആ സ്ഥാനത്ത് മറ്റൊരാളെ എഴുന്നേൽപ്പിച്ച് തന്റെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് മറ്റൊരാളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് നമ്മുടെ ആരുടെയും സഹായം വേണ്ട. ആരെ കൊണ്ടത് ചെയ്യിപ്പിക്കണമോ, ആരേൽപ്പിച്ചു കൊടുക്കുമോ അവരെ ഉപയോഗിക്കുവാൻ കഴിയുന്ന സർവശക്തനാണ് നമ്മുടെ ദൈവം. Praise God. Hallelujah. അപ്പോ അകലം വിട്ട് പിൻചെല്ലുന്നതായ അനുഭവം 54 വാക്യത്തിന്റെ അവസാനം പത്രോസും അകലം വിട്ട് പിൻചെന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തള്ളിപ്പറച്ചിന്റെ അനുഭവത്തിലേക്ക് പത്രോസിനെ എത്തിച്ച കാരണങ്ങളാണ്. സ്തോത്രം. ഇനിയും അടുത്തത് അവർ 55 ഭാഗം വായിക്കാം. അവൻ എല്ലാവരും വചനം നോക്കണമേ. അവർ നടുമുറ്റത്തിന്റെ മധ്യ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്? അകലം വിട്ട് പിൻചെന്നു. സെക്കൻഡ് പോയിന്റ് ഈസ് പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. ആമേൻ സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന് വ്യക്തമായി ന്യായപ്രമാണവും ചട്ടവുമുള്ള ദൈവത്തിന്റെ പൈതലെ
ഇരിക്കേണ്ടാത്ത ഒരു സ്ഥലത്തിരിക്കുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോ അവൻ യേശുവിന്റെ ശത്രുക്കളുടെ കൂടെ അവൻ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയ യഹൂദന്മാരുടെ ഇടയിൽ ചെന്നിരിക്കുവാൻ പത്രോസെ അതിനല്ല അവൻ നിന്നെ തിരഞ്ഞെടുത്തത്. പിന്നെയോ യേശുവിന്റെ കൂടെ ഇരിക്കുവാൻ, യേശുവിനോടൊപ്പം ആയിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നീ അവൻ ഇരിക്കേണ്ടാത്ത ഇടത്ത് ചെന്നിരുന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വലിയ തള്ളിപ്പറച്ചിലിന്റെ അനുഭവത്തിലേക്കായിരിക്കും. എന്താണ് പേര്? യേശുവിന്റെ ശിഷ്യൻ. ആരുടെ കൂടെയാണ്? യേശുവിന്റെ കൂടെയാണ്. എന്താണ് പേര്? വിശ്വാസി. എന്താണ് പേര്? ആത്മീക ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുന്നയാൾ. ആമേൻ, ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ടയാൾ. ആമേൻ, സ്തോത്രം. എന്തിനെയൊക്കെയോ ത്യജിച്ചു കളഞ്ഞിട്ട്, വലയും പടകുമൊക്കെ ത്യജിച്ചു കളഞ്ഞിട്ട്, ഹല്ലേലൂയ, പാരമ്പര്യവും പൗരോഹിത്യവും ഒക്കെ വിട്ടുകൊണ്ട് അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് ആമേൻ ഇവിടെ വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇപ്പോഴത്തെ ഇരിപ്പ് എവിടെയാണ്? ഇരിക്കേണ്ടാത്ത ഇടത്ത്, യേശുവിന്റെ ശത്രുവിന്റെ കൂടെ, യേശുവിനെ ക്രൂശിക്കുവാൻ കൊടുത്തവരുടെ കൂടെ. ആമേൻ, ഹല്ലേലൂയ. പത്രോസേ, നിനക്ക് അവിടെ ഇരിക്കുവാൻ യോഗ്യതയുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ നമുക്കൊക്കെ വളരെ ഈസിയാണ് പത്രോസിനെ കുറ്റം പറയുവാൻ. പത്രോസെ, നീ തള്ളി പറഞ്ഞില്ലയോ എന്നൊക്കെ പറയുവാൻ. ഇന്ന് മധ്യാഹ്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇരിക്കേണ്ടാത്ത ഇടത്ത്, കേൾക്കേണ്ടാത്ത ഇടത്ത്, സംസാരിക്കേണ്ടാത്ത ഇടത്ത് അവൻ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓർക്കുക. അകലം വിട്ട് നടക്കുമ്പോൾ, ഇരിക്കേണ്ടാത്ത ഇടത്തിരിക്കുമ്പോൾ, കാണേണ്ടാത്തത് കാണാതെ, ഹല്ലേലൂയ, അവൻ കാണുമ്പോൾ, സംസാരിക്കേണ്ടാത്തത് സംസാരിക്കുമ്പോൾ, ഷെയർ ചെയ്യേണ്ടാത്തത് ഷെയർ ചെയ്യുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, എന്താണ് സംഭവിക്കുന്നത്? ദൈവ സാന്നിധ്യം നിന്നിൽ നകലുന്നതോടൊപ്പം തന്നെ നിന്നെ ഒരു വലിയ തള്ളിപ്പറച്ചിലിന്റെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നതാ. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടിവെന്ന് നോക്കി ചുറ്റും നടക്കുന്നതായ ശത്രു. ദൈവ സാന്നിധ്യം പകലും രാത്രിയും അനുഭവിച്ചറിഞ്ഞു പോയ ഇസ്രായേൽ മക്കള് ആമേൻ പെറുപുറത്തു. നമുക്ക് ഘോരം പ്രസംഗിക്കുവാനൊക്കെ ആമേൻ ഉണ്ട്. പക്ഷേ ആമേൻ ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഇതിനപ്പുറം ചെയ്തേനെ. അല്ലേ സോഫി ആന്റി? ഹല്ലേലൂയ. ഈ മരുഭൂമി, ഈ ചൂടേറിയ മരുഭൂമിയിലൊക്കെ ആമേൻ, സ്തോത്രം, സോഫി ആന്റിക്ക് അറിയാം. ആമേൻ, സ്തോത്രം, ഇതുവഴിയൊക്കെ നടന്നു പോകുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. ഇവിടുന്ന് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ചൂടാ. ഈ മരുഭൂമിയിലൂടെ 6 ലക്ഷത്തി ചില്ലുവാനും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെന്ന് പറയുന്നത് ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സോഫിയാന്റിയുടെ വീടിന്റെ അവിടെ വരെയുള്ള ദൂരമുണ്ട് പുരുഷന്മാർ തന്നെ. പിന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇവരുടെ വാഹന മൃഗങ്ങളും ഇവരുടെ മൃഗങ്ങളും എല്ലാം കൂടി എന്തോരം കാണുമല്ലേ ആന്റി? സൗദി അറേബ്യയിൽ തന്നെ ഒതുങ്ങുന്നത് ഇവരെ ഈ നാട്ടിക്കൊടുക്ക കടന്നുപോയെന്ന് പറയുമ്പോ ആമേൻ, സ്തോത്രം, എത്ര ഹല്ലേലൂയ ദീർഘമായ കിലോമീറ്ററുകൾ, ഹല്ലേലൂയ, അല്ലെങ്കിൽ അത്രത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു നിരയെ ആമേൻ നയിക്കുന്ന, പ്രൈസ് ലോർഡ് പാസ്റ്ററെ, നയിക്കുന്നതായ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ആമേൻ, സ്തോത്രം, ഈ മോശയുടെ ആമേൻ, സ്തോത്രം, ഈ ലീഡർഷിപ്പിൽ പോകുന്ന ഈ ജനം, ഹല്ലേലൂയ, ഈ കൂട്ടത്തിൽ നമ്മളെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവർ അത്രയും ചെയ്തോളൂ. ഇതിനെക്കാട്ട് കൂടുതൽ നമ്മളെ ചെയ്തേനെ. അല്ലേ സോഫി ആന്റി? Praise God. Hallelujah. Amen. സ്തോത്രം, സ്തോത്രം. ആ ഭാഗമൊക്കെ, തബൂക്കിന്റെ ആ ഭാഗമൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാകും അല്ലേ ആന്റി? എത്രമാത്രം ആമേൻ, മോശ എന്ന് പറയുന്ന ദൈവപുരുഷൻ ആമേൻ ക്ഷമയോടെ അവൻ ആയിരുന്നു എന്നുള്ളത്. നമ്മളെയൊക്കെ ആ ലീഡർഷിപ്പ് ഒക്കെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ എപ്പോഴേ ഗ്രൂപ്പ് കൂട്ടി നമ്മൾ വീട്ടിൽ പോയേനെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ, നമ്മുടെ ചിന്താവിഷയം അതല്ലല്ലോ. പത്രോസും ചെന്ന് അവരുടെ ഇടയിൽ ഇരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രിയിൽ, ഇന്ന് മധ്യാഹ്ന സമയത്ത് തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നമുക്ക് ചില ചട്ടങ്ങളുണ്ട്, നമുക്ക് ചില പ്രമാണമുണ്ട്. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ചില ആഘോഷങ്ങൾക്ക് നമുക്ക്, ഹല്ലേലൂയ, അനുവാദമില്ല. ചിലയിടത്ത് ഇരിക്കുവാൻ അനുവാദമില്ല. അവൻ ചിലത് സംസാരിക്കുവാൻ അനുവാദമില്ല. ചിലത് കാണുവാൻ അനുവാദമില്ല. ചിലയിടത്ത് പോകുവാൻ അനുവാദമില്ല. ആത്മീക ഗോളത്തെ പോലും വിവേചിക്കേണ്ട അനുഭവത്തിലേക്ക് എത്തിക്കൽ, ഹല്ലേലൂയ, ആ അവസ്ഥയിൽ നിൽക്കേണ്ട നാം, ഹല്ലേലൂയ, ഇന്ന് പലപ്പോഴും കാണുന്നതിനൊക്കെ കൈ കൊടുക്കുന്ന അനുഭവമാണെങ്കിൽ ആമേൻ, സ്തോത്രം, പത്രോസിനെ പോലെ ഒരു തള്ളിപ്പറച്ചിലിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അപ്പോ ആമേൻ, സ്തോത്രം, പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അകലം വിട്ട് കഴിഞ്ഞപ്പോ, എന്ന് വെച്ചാൽ ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ആമേൻ, സ്തോത്രം, എന്ത് സംഭവിച്ചു? ഇരിക്കേണ്ടാത്തടത്ത് നിന്ന് ഇരിക്കുവാൻ ഹല്ലേലൂയ ഇടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഒന്ന് ആലോചിച്ചേ, ആമേൻ, സ്തോത്രം, പ്രാർത്ഥിക്കുവാൻ അവസരം ഉള്ളപ്പോൾ, വചനം ധ്യാനിക്കുവാനുള്ള അവസരത്തെ ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞപ്പോ ആമേൻ, സ്തോത്രം, ചിലരെ
ആമേ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ കൂടി അഭിപ്രായം ഒന്ന് പറഞ്ഞില്ലേലും ചെന്നങ്ങോട്ട് ഇരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇരുന്ന് കഴിഞ്ഞപ്പോ എന്നാ പറ്റിയത്? ദൈവ സാന്നിധ്യം വിട്ടുപോയി. ഹല്ലേലൂയ. ദൈവമേൽപ്പിച്ച കൃപകൾ നഷ്ടപ്പെട്ടു. ദൈവമേൽപ്പിച്ച കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു. ദൈവമേൽപ്പിച്ച ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു. ഇപ്പൊ പഴയതുകൊണ്ട് ഇങ്ങനെ ഓടുവാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രിയിൽ നമ്മളോട് പറയുവാനുള്ളത്, അവൻ അല്പമൊന്നകലം വിട്ടു. വലിയ സംഭവമൊന്നുമല്ലെന്നേ. അവൻ ഇപ്പോഴും ആത്മീയ ഗോളത്തിൽ തന്നെയാ. ഇപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയിലും ഞാൻ ആരാധനയിലുണ്ട്. ഇപ്പോഴും ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പാടുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ദൈവമേൽപ്പിച്ച ചിലതിന് ഞാൻ നോ പറഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ അകൽച്ച വന്നു. അതിനുശേഷം ഹല്ലേലൂയ ഞാൻ ഇരിക്കേണ്ടാത്തത് ചെന്നിരുന്നപ്പോൾ എന്നിലുള്ള ദൈവ സാന്നിധ്യം വിട്ടുപോയത് ഞാൻ പോലും അറിഞ്ഞില്ല. കണ്ടവർക്ക് ഒട്ടും പിടികിട്ടിയതുമില്ല. എന്ത് മനസ്സിലായി? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഓരോ നിമിഷവും ശക്തമായി നമ്മൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നാം ആ നിത്യതയിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ ആമേൻ സ്തോത്രം, എല്ലാവരും ഒക്കെ നമ്മളെ അടിച്ച് പുറത്താക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. കാരണം ആമേൻ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചതാ. ആമേൻ, ഹല്ലേലൂയ. അത് ശരിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചതാ. വലിയ പാരമ്പര്യങ്ങളൊക്കെ പറയുവാൻ ഉണ്ടായിരുന്ന സോഫിയാനി നമ്മളൊക്കെ ഇറങ്ങി തിരിച്ചതാ. കഷ്ടതയുടെ തിരിച്ചുവളിയിലൂടെ നമ്മളൊക്കെ കടന്നുപോയപ്പോഴും അവൻ വിട്ടുപോകത്തില്ല. പലപ്പോഴും പറഞ്ഞു ഹല്ലേലൂയ, എന്നോട് പറഞ്ഞു സ്തോത്രം, ഹല്ലേലൂയ. എന്റെ പപ്പയും മമ്മിയൊക്കെ മരിച്ചു പോയപ്പോ പറഞ്ഞു ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നല്ല ഒരു സഭയിൽ നല്ല ആക്റ്റീവായിരുന്നു ഈ കൊച്ച്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. അവൾ എന്ന് ഇറങ്ങി തിരിച്ചു അന്നോട്ടെ അവളുടെ ജീവിതത്തിൽ കഷ്ടതയാന്ന് പലരും പറഞ്ഞു. ഹല്ലേലൂയ. സഹോദരനോട് പോയപ്പോ അവരിത് കംപ്ലീറ്റ്ലി അണ്ടർലൈൻ ചെയ്ത് അവർ ഒപ്പുവെച്ച്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ടും പറഞ്ഞു വിശ്വാസ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം വന്നാലും പിന്മാറി പോകത്തില്ലെന്ന്. ആമേൻ. ഈ ഞാനും കാണും നിത്യതയിൽ എടുക്കപ്പെടാത്ത അനുഭവം എങ്ങാനും ഉണ്ടായാൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഈ ചെയ്തതൊക്കെ വ്യർത്ഥമായി പോകത്തില്ലേ? പ്രൈസ് ഗോഡ്. എന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെയും എന്റെ തലമുറകളുടെ നിത്യം നഷ്ടപ്പെടുന്നു പോകുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാവല്ലേ എന്ന്. ഒത്തിരി ആയുസ് നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല, എത്ര നാൾ ജീവിച്ചുവോ ഞാൻ ഒരു സാക്ഷ്യം ഉണ്ടാകണം. മനുഷ്യന്റെ സാക്ഷ്യമല്ല, ദൈവത്തിന്റെ സാക്ഷ്യം കൽപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നടത്തണമേ എന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വളരെ നിലവിളിക്കാറുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അപ്പോൾ ഹല്ലേലൂയ അതിന്റെ 56 വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പൊ 2 പോയിന്റ് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, അകലം വിട്ട് പിൻചെന്ന്. 2, പത്രോസ് അവരുടെ ഇടയിൽ ഇരിക്കേണ്ടാത്തടത്തിരുന്നു, അകൽച്ചയുണ്ടായി. മൂന്നാമത്തേത്, അവൻ തീവട്ടത്തിനടുക്കെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ട് അവനെ ഉറ്റുനോക്കി. ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവന് സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവനെന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാൻ അല്ല എന്ന് പറഞ്ഞു. നോക്കിക്കേ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പത്രോസേ, നീ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, നീ എന്നെ അറിയുന്നില്ലെന്ന് 3 വട്ടം തള്ളി പറയും മുമ്പ് ഇന്ന് കോഴി കൂകത്തിൽ നിന്ന് വാർണിംഗ് ലഭിച്ച പത്രോസ്. പ്രൈസ് ഗോഡ്. ഇവിടെ ഹല്ലേലൂയ അകലം വിട്ട് ചെന്നു, ഇരിക്കേണ്ട അത്ര ചെന്നിരുന്നപ്പോ അവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ബാല്യക്കാരത്തി ചെല്ലുകയാ. അവനോട് പറയാം, പത്രോസേ, നീ ആ കൂട്ടത്തിലുള്ളതല്ലേ എന്ന് ചോദിച്ചു. അല്ലല്ല, ആ സമയത്തെങ്കിലും കേട്ടിട്ട് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ തള്ളി പറയേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു, അല്ലേ സോഫിയ ആന്റി? ആ സമയത്ത് അത് കേട്ടിട്ട് ഹല്ലേലൂയ, അയ്യോ ഞാൻ ആ കൂട്ടത്തിലുള്ളതാ, ഞാൻ ഇവിടെ ഇരിക്കേണ്ട വ്യക്തിയല്ല, എന്റെ നാഥനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുകയാ, ഞാൻ അവന്റെ കൂടെ ഇരിക്കണം കർത്താവ്. കാരണം ഗെത്സമനയുടെ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പത്രോസേ, യാക്കോബേ, യോഹന്നാനേ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നീ ഉണർന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ എന്റെ ശരീരത്തിന്റെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. എനിക്ക് അവനോടുകൂടെ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല. ആമേൻ, ഹല്ലേലൂയ. എന്റെ നാഥൻ വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് വിയർപ്പ് തുള്ളികൾ രക്തതുള്ളികളായി വീണപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, പത്രോസേ, നീ എന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോ ആമേൻ ഹല്ലേലൂയ ഉറങ്ങിപ്പോയി. ആമേൻ, ക്ഷീണം കാരണം പലപ്പോഴും ആമേൻ അതിജീവനം ഉപജീവന മാർഗം ഹല്ലേലൂയ അതിന്റെ കഷ്ടത, വീട്ടിലെ പണി, ആമേൻ ജോലിയിലെ ഭാരം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ആമേൻ പല ബുദ്ധിമുട്ടുകളൊക്കെ പ്രാർത്ഥിച്ച് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ രാത്രിയുടെ യാമത്തിലല്ലേ പകലിലോ ദൈവത്തിനെ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോ ഇന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുവാനുള്ളത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവാനുള്ള സമയത്ത് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഇരുന്നാൽ ഹല്ലേലൂയ അതൊരു വലിയ തള്ളിപ്പറച്ചിൽ
നിറച്ചിലിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരും. അപ്പോ ആദ്യമേ ബാല്യക്കാരത്തി അയച്ചു. ആമേൻ സ്തോത്രം. അപ്പോഴും പത്രോസിന് പിടികിട്ടിയില്ല. എന്റെ പത്രോസേ, നീ എന്നെ തള്ളി പറയൂ, ഞാൻ നിന്നോട് പറഞ്ഞതാ. നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഒരു പെണ്ണ് അവിടെ വന്നു. അവൾ നിന്നോട് പറഞ്ഞു, നീ ഈ കൂട്ടത്തിലുള്ള ആളല്ലല്ലോ, നീ രക്ഷിക്കപ്പെട്ട ആളല്ലേ, നീ പെന്തക്കോസ്ത് സഭയിലെ ഉള്ള ആളല്ലേ, നീ എന്തിന് ഈ ആഘോഷത്തിന് കടന്നു വന്നു, നീ എന്തിന് ഇരിക്കേണ്ടാത്തടുത്ത് വന്നിരുന്നു, നീ എന്തിന് കാണേണ്ടാത്തടുത്ത് വന്നു, നീ എന്തിന് സിനിമാ തിയേറ്ററിൽ പോയി, അവൻ നിനക്ക് ഷെയർ ചെയ്യേണ്ട കാര്യമാണോ ഇതെന്ന് അവൻ പലരും നിന്നോട് ചോദിക്കുമ്പോഴും അതിനൊന്നും ചെവി കൊടുക്കാതെ വണ്ണം ഞാൻ ആയിരുന്നുവെങ്കിൽ ദൈവ സാന്നിധ്യം എന്നെ വിട്ടുപോയിരിക്കുക. അവൻ ഒന്നാമത് ബാല്യക്കാരത്തി അയച്ചു. രണ്ടാം ഹല്ലേലൂയ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് സമയം അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുക. പത്രോസ് അഭിപ്രായം ഒന്നും പറയുന്നില്ല. അപ്പൊ ഇവര് പറയുക, ഇവൻ കള്ളനാണ്, ഇവൻ ചതിയനാണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറയുക, ഇവൻ ദൈവപുത്രനാണെന്ന് പറയുക, ഇവനെ നമുക്കറിയാം, ഇവൻ തച്ചന്റെ മകനാണല്ലോ, ആമേൻ സ്തോത്രം, ഇവൻ മറിയയുടെ മകനല്ലോ, ഇവനെ നമുക്കറിയത്തില്ലേ. ഇങ്ങനെയൊക്കെ ഇവര് അഭിപ്രായം പറയുമ്പോ ആമേൻ സ്തോത്രം പത്രോസ് അഭിപ്രായം ഒന്നും കൂടെ പറയുന്നില്ലെങ്കിലും അവിടെ ഇരുന്നത് ദൈവ സാന്നിധ്യം അവനെ വിട്ട് അകർത്തി കളയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും ഇങ്ങനെയൊക്കെയാ. ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിനെതിരെ പലരും അഭിപ്രായം പറയുമ്പോ മറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും കേൾക്കുവാനായിട്ട് അവിടെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, അത് ദൈവസന്നിധിയിൽ ഒരു അകൽച്ചയ്ക്ക് കാരണമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, എത്ര ശ്രദ്ധയോടെ പ്രവാസകാലം കഴിക്കേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ഇന്ന് മധ്യാഹ്ന സമയത്തൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോ ആമേൻ സ്തോത്രം, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ബാല്യക്കാരത്തി വന്നു. അപ്പോഴും പത്രോസ് വലിയ തിരക്കാണ്. പത്രോസ് അഭിപ്രായം ഒന്നും പറയുന്നില്ലെങ്കിലും ആമേൻ സ്തോത്രം, ഞാൻ അവന്റെ കൂട്ടത്തിലുള്ള ആളല്ലെന്ന് അറിയിക്കാൻ വേണ്ടി പുള്ളി പിന്നെയും ആമേൻ അവിടെ ഇരിക്കുക. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവരെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മനുഷ്യ നീ എന്താ പറയണേ, എനിക്ക് അവൻ അങ്ങനെ ഒരു ആളിനെ അറിയത്തേ ഇല്ല. അപ്പൊ അവൻ ഇരുന്നു പോയി. ഓക്കെ, ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ അവൻ ഈ പാപം ഉണ്ടാകത്തില്ലായിരുന്നു. അവൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു റീൽസ് കണ്ടു, ഹല്ലേലൂയ സ്തോത്രം, നല്ല രസം തോന്നി. അപ്പൊ പെട്ടെന്ന് അവൻ ഉള്ളത്തിനോട് ഇടപെടല്, അയ്യോ അവൻ സ്തോത്രം, ഞാനിത് കാണുന്നത് ശരിയാണോ, അപ്പൊ ഇച്ചിരൂടെ കഴിയട്ടെ ഓർത്തിട്ട് വീണ്ടും സ്ക്രോൾ ചെയ്ത് അടുത്തത് കണ്ടു. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാൻ ഇടപെട്ടു. അപ്പൊ ഓർത്ത് കുറച്ചുകൂടെ കഴിയട്ടെ, ഈ മെസ്സേജോടെ ഒന്ന് കാണട്ടെ, ഈ വീഡിയോ ഒന്ന് കാണട്ടെ, ആമേൻ ഈ പാട്ടൊന്ന് കാണട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സ്ക്രോൾ നീണ്ടു പോയപ്പോഴാണ് സമയം പോയി. ഹല്ലേലൂയ. പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ തിരക്കായി, അടുക്കളയിൽ പണി ചെയ്യണം, കൊച്ചു സ്കൂളിൽ നിന്ന് വരും, ആമേൻ കൊച്ചിന്റെ കാര്യം നോക്കണം, പിന്നെ പ്രാർത്ഥിക്കാൻ ഇവിടെ സമയം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇരിക്കേണ്ടത്തിരുന്നു. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ആമേൻ കുറച്ചുകൂടി ഇരിക്കാമെന്ന് വെച്ചു. ഇരുന്നിരുന്ന് പലതും കണ്ടു, അഭിപ്രായം പറഞ്ഞു, ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തു. ആമേൻ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കേണ്ട ദൈവത്തിന്റെ പൈതലേ, ആമേൻ ഹല്ലേലൂയ, ഞാനും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത്, ശത്രു തലമുറകളെ നോട്ടമിടുന്ന സമയത്ത്, ശത്രു ഹല്ലേലൂയ ജീവിതത്തെ തെറ്റിക്കുവാൻ നോക്കുന്ന സമയത്ത്, ശത്രു പദ്ധതി ചെയ്യുന്ന സമയത്ത് കാവൽക്കാരായി ഇരിക്കേണ്ട നാം, ഹല്ലേലൂയ കോൺഷ്യസ് ആയിരിക്കേണ്ട നാം, ഹല്ലേലൂയ ആമേൻ അതിനു വേണ്ടി വില കൊടുക്കേണ്ട നാം, ഹല്ലേലൂയ ഇവിടെ ബിസിയാണ് സോഷ്യൽ മീഡിയയിൽ, ഹല്ലേലൂയ ഇവിടെ മറ്റു പലതിലും ബിസിയാണ്, ഹല്ലേലൂയ ആമേൻ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തു കൊടുക്കുവാൻ കഴിയാതെ വണ്ണം ഇവിടെ പല കാര്യത്തിലും ബിസിയാണ്. ഇന്ന് മധ്യാഹ്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്നോടും നമ്മളോട് ഓരോരുത്തരും ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഹല്ലേലൂയ, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ വല്ലാതെ ബന്ധിച്ചു കളയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന് പിന്നെ ഹല്ലേലൂയ ആമേൻ പിന്നെ പലരും ഉപവാസം വെക്കുന്നു, പ്രവാചകന്മാരെ വിളിക്കുന്നു, ആമേൻ ആകെ ബഹളം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ റൂട്ട് കോസ് എന്തെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മെഡിക്കൽ സയൻസിൽ ഹല്ലേലൂയ ഒരു രോഗി വന്നാൽ പല ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും. എന്നിട്ട് ഹല്ലേലൂയ എവിടെ നിന്നാണോ രോഗത്തിന്റെ തുടക്കമെന്ന് വെച്ചാൽ അവിടെയാണോ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ ഹല്ലേലൂയ പലർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് നമ്മുടെ മേൽ ദൈവം തന്നത്. ആമേൻ ആ വീണ്ടെടുപ്പിന്റെ വില. അങ്ങനെ നമ്മളെ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങൾ എവിടെ നിന്ന് വന്നതെന്ന് നോക്കണം. ഹല്ലേലൂയ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ, ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ ആദ്യ സ്നേഹം വിട്ടുപോയോ എന്നുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ മടങ്ങി വരുവാനുള്ള രാത്രികാലമാണ്. പ്രൈസ് ഗോഡ്. യിരെമ്യാവ് പറഞ്ഞതുപോലെ, കർത്താവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. അപ്പോ
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സമയം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വേഗത്തിൽ ആമേൻ സംസാരിക്കട്ടെ. 59-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ആമേൻ എല്ലാവരും ഒന്ന് വായിക്കണമേ. 59-ാം വാക്യത്തില് ഏകദേശം 1 മണി നേരം കഴിഞ്ഞാറെ വേറൊരുവൻ ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാർ നല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. അപ്പോ ഹല്ലേലൂയ, എത്ര പേര് വന്നു? എത്ര പേര് വന്നു? എൽസി ആന്റി, പ്രൈസ് ഗോഡ്. എത്ര പേര് വന്നു? ആദ്യം ഒരു ബാല്യക്കാരത്തി വന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു മനുഷ്യൻ വന്നു. ഇവിടെ പ്രൈസ് ഗോഡ്. ഓക്കെ ആന്റി, ഇവിടെ മൂന്നാമതൊരാൾ വരികയാണ്. എപ്പോഴാണ് അത്? ഇംഗ്ലീഷ് ബൈബിളിൽ നാം വായിക്കുമ്പോൾ 59-ാം വാക്യം ഇംഗ്ലീഷ് ബൈബിൾ വരുമ്പോൾ ആഫ്റ്റർ ആൻ അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് ശേഷം. സോഫിയാന്റി ശ്രദ്ധിക്കണേ, 1 മണിക്കൂർ അപ്പം ഈ പത്രോസ് ഇരിക്കേണ്ടാത്തിരുന്നെന്ന്. ഈ 1 മണിക്കൂറിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു ആന്റി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ. പ്രൈസ് ഗോഡ്. നമ്മൾ ആദ്യം ഒന്ന് വാട്സപ്പ് എടുക്കുന്നു, നമ്മൾ മെസ്സേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഹല്ലേലൂയ, ആരുടെ ഒരു ഷെയർ കണ്ടപ്പോ ഫേസ്ബുക്കിലോട്ട് കയറി, അപ്പൊ കാണാൻ ഷേർലി ഒരു ഫോട്ടോ ഇട്ടേക്കുന്നു, ടിജി ഒരു ഫോട്ടോ ഇട്ടേക്കുന്നു, ടിജി ഒരു റീൽസ് ഇട്ടേക്കുന്നു. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ, അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഷേർലിയും ടിജിയൊക്കെ എന്നാ വിചാരിക്കും? അപ്പോഴാണ് വേറൊരെണ്ണം കണ്ടത്. അപ്പോൾ അത് നമ്മുടെ ചെങ്ങന്നൂരെ കൂട്ടായ്മയുടേതാ. അവരോട് നീ അഭിപ്രായം പറഞ്ഞില്ല, അവരെന്ത് വിചാരിക്കും? ആമേൻ ആമേൻ. ഇങ്ങനെ പോയി 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 1 മണിക്കൂർ അങ്ങിരുന്നു. എന്തിന്റെ സമയമാ? പ്രാർത്ഥിക്കേണ്ട സമയം, വചനം ധ്യാനിക്കേണ്ട സമയം. അടുക്കളപ്പണിയുടെ സമയത്ത് നമ്മൾ ആരെങ്കിലും വാട്സപ്പ് നോക്കുവോ ഷേർലി? ഇല്ല അല്ലേ? നമ്മൾ തിരക്ക് അടുക്കളല്ലേ അല്ലേ? നോക്കത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മള് ആമേൻ സ്തോത്രം. തുണി മടക്കി വെക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് നോക്കുമോ? ഇല്ല. നമുക്ക് പിന്നെ സമയമുള്ളത് എപ്പോഴാ? പ്രാർത്ഥിക്കേണ്ട സമയത്താണ് ഇതൊക്കെ ഇതിനുള്ള സമയം അല്ലേ? നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തല്ലേ ഇതൊക്കെ നോക്കുന്നേ? ആ സമയത്ത് വചനം ധ്യാനിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ ദൈവം ഇടപെട്ടാലും കുറച്ചൊന്ന് കഴിയട്ടെ. അതിന് ഇത് ഏറ്റവും കൂടുതൽ സമയം കുറവ് നമ്മൾ കണ്ടെത്തുന്നതിന് ദിവസം ഇരിക്കാൻ അല്ലേ? 24 മണിക്കൂറിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, നമ്മുടെ അടുക്കള കാര്യം നോക്കണം, ആമേൻ സ്തോത്രം, നമ്മുടെ ഡ്യൂട്ടിയുടെ കാര്യം നോക്കണം, നമ്മുടെ ആമേൻ സ്തോത്രം ഈ മെസ്സേജുകൾ വരുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കണം. പിന്നെ നമുക്ക് കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തേലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരുമായിട്ടുള്ള സമയമാണ്, ദൈവമായിട്ടുള്ള സമയം. Praise God. Hallelujah. എന്നെ ചിന്തിപ്പിച്ച കാര്യം, എന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയതായ അനുഭവങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. Praise God. Hallelujah. അപ്പൊ ആഫ്റ്റർ ആൻ അവർ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വേറൊരുത്തം വന്നപ്പോ അകലം വിട്ട് നടന്നു, ഇരിക്കണ്ടാത്ത ചെന്നിരുന്നു. അവിടെ ആദ്യം ഒരാൾ വന്നു, രണ്ടാമത് പിന്നെ സിഗ്നൽ കൊടുക്കാൻ ആളിനെ വിട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇപ്പോ ഹല്ലേലൂയ, മൂന്നാമതൊരാളെ വിടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 1 മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ മൂന്നാമതൊരാൾ വന്നേക്കുക. അപ്പൊ അവിടെ എന്താണ്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സംഭവിച്ചേക്കുന്നത്, ആമേൻ സ്തോത്രം, ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മൂന്നാമത്തെ ആള് വന്നിട്ടും പ്രൈസലോ ഇദ്ദേഹത്തിന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം എന്തൊക്കെയോ പിടികിട്ടി. 60-ാം വാക്യത്തിൽ, മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലെന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ കോഴി കൂകി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. ആമേൻ സ്തോത്രം. പത്രോസിന്റെ മാനസാന്തരത്തിന് ഇവിടെ കാരണമായത് ആരാ? പ്രവാചകനാണോ? അല്ല. ഒരു മനുഷ്യനാണോ? അല്ല. 3 പേരെ ആദ്യം സംസാരിച്ചപ്പോഴൊന്നും മാനസാന്തരം വന്നില്ല. അപ്പോഴാണ് കോഴി കൂകിയത്. ഒരു കാര്യം ഇതിനകത്തുണ്ട്, നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ നീ ഏതവസ്ഥയിൽ പോയാലും കോഴിയെ കൊണ്ടാണേലും കഴുതയെ കൊണ്ടാണേലും ദൈവം മടക്കി വരുത്തും. അതൊരു സത്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതൊരു സത്യം തന്നെയാണ്. സ്തോത്രം. അപ്പോ ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ കോഴി കൂകിയപ്പം നാഥൻ പറഞ്ഞ വാക്കുകൾ അപ്പോഴാണ് ഇദ്ദേഹം ഓർക്കുന്നത്. ഇത്രയും നേരം പുള്ളിക്കാരൻ പലരും വന്നു, പുള്ളിക്കാവുന്ന ഒരു ശ്രദ്ധയല്ലായിരുന്നു. ഇതിനു മുമ്പേ പുള്ളിയോട് ദൈവാലോചന ഉണ്ടായിരുന്നു, അതും പുള്ളി കേട്ടില്ല. ഞാൻ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പോ എന്റെ പത്രോസേ നീ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞതൊന്നും പുള്ളിക്കാവുന്ന ഒരു ശ്രദ്ധയല്ലായിരുന്നു. ഇവിടെ കോഴി കൂകിയപ്പോ പത്രോസ് പറയുകയാണ്, അയ്യോ ഞാൻ എന്റെ നാഥനെ തള്ളി പറഞ്ഞല്ലോ. ഇന്ന് മധ്യാഹ്ന സമയത്ത് ഒരു കോഴി കൂകുന്ന പോലെയുള്ള ശബ്ദം നമ്മുടെ കാതുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ നഷ്ടപ്പെട്ടു പോയ സമയത്തെ ഓർത്ത് ഇന്ന് മധ്യാഹ്ന സമയത്ത് ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതായ കൃപകളെ ഹല്ലേലൂയ മടക്കി പിടിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. നഷ്ടപ്പെട്ട കൃപാവരങ്ങളെ മടക്കി പിടിക്കുന്ന അവസരങ്ങളായി മാറട്ടെ. നഷ്ടപ്പെട്ട വചന ധ്യാനത്തെ മടക്കി ലഭിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. നഷ്ടപ്പെട്ട ആത്മീയ ആരാധനയെ മടക്കി പിടിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തെ മടക്കി ലഭിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ.
അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഈ മധ്യാഹ്ന സമയത്ത് ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുവാനായിട്ട് കഴിയുമോ? ഇവിടെ പറയുകയാണ് സ്തോത്രം, അപ്പോൾ കർത്താവ് തിരിഞ്ഞു. അപ്പോ കർത്താവ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് മഹാപുരോഹിതന്റെ വീട്ടിലിവിടെ നിൽക്കുന്ന സമയത്താണ് പത്രോസിന് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ കോഴി കൂകിയപ്പോ കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ. ഈ നോട്ടത്തിന്റെ മുമ്പില് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിന് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. തിരിഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ, പത്രോസിന് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ ഹല്ലേലൂയ കാണുന്നത്, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക്. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, 62-ാം വാക്യം. പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രികാലം എനിക്ക് ദൈവജനത്തോട് ഷെയർ ചെയ്യുവാനുള്ളത്, പത്രോസ് കേട്ടിട്ട് കണ്ടിട്ട് അവിടെ തന്നെ ഇരുന്നില്ല. അവിടെ നിന്ന് എഴുന്നേറ്റു. പത്രോസ് ഓർത്തു, പുറത്തിറങ്ങിപ്പോയി. അവിടെ നിന്ന് കംപ്ലീറ്റ്ലി താൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലായിട്ട് പൂർണ്ണമായിട്ട് അവസ്ഥയിൽ നിന്ന് മാറി പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞ് ദൈവസന്നിധിയിൽ തന്റെ കുറവുള്ള ഏറ്റു പറഞ്ഞു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വചനം എന്ന് പറയുന്ന വിത്ത് വിതയ്ക്കുന്നത് ഒരു ഹല്ലേലൂയ, ഉപമ നമുക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു സഞ്ചിയിൽ നിന്ന് തന്നെയാണ് ആ കർഷകൻ പലയിടത്തേക്ക് ഹല്ലേലൂയ വിത്തുകൾ എറിഞ്ഞത്. നല്ല നിലത്തേക്ക് എറിഞ്ഞത്. പക്ഷേ ചിലത് പാറയിൽ വീണു, ചിലത് വഴിയരികെ വീണു, ചിലത് പറവുകൾ കുത്തിപ്പോയി. ഹല്ലേലൂയ. വചനം പലരിലൂടെ നമ്മൾ കേൾക്കും. അത് ഒരുക്കിയ നിലത്ത് വീണ് കഴിയുമ്പോൾ അതിന് ഫലം കായ്ക്കും. ഇന്ന് രാത്രിയിൽ, ഇന്ന് മധ്യാഹ്ന സമയത്ത് എനിക്ക് ദൈവമക്കളോട് ഷെയർ ചെയ്യുവാനുള്ളത്, അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടു, ഇനിയും എനിക്ക് ഹല്ലേലൂയ റീൽസ് കാണാനൊക്കെ സമയമുണ്ട്, അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ തന്നെ പോകാം. പക്ഷേ അവിടെ നിന്ന് ഞാൻ ഇനി ഇത് ചെയ്യത്തില്ല, സ്തോത്രം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങിപ്പോയി ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് കഴിയുമ്പോൾ പിന്നീടാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒറ്റ പ്രസംഗത്തിന് 3000 പേരെ നേടിയെടുക്കുന്ന ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റുവാൻ കഴിഞ്ഞത് അവന്റെ ഏറ്റുപറച്ചിലും ദൈവസന്നിധിയിലെ അനുതാപവുമാണ്. ഹല്ലേലൂയ. യഥാർത്ഥമായ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പത്രോസ് എന്ന് പറയുന്നതായ വ്യക്തി അവിടെ എത്തിക്കുവാനിടയായത്. ഹല്ലേലൂയ. പിന്നീട് തന്റെ പ്രസംഗത്തിന്, ഒറ്റ പ്രസംഗത്തിന് 3000 പേര് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. ഹല്ലേലൂയ. അത് മാത്രമാണോ? പ്രൈസലോ. തന്റെ നിഴൽ തട്ടിപ്പോലും രോഗികളെ സൗഖ്യമായി. തന്റെ ശരീരത്തിൽ വീണ റൂമാല് വീണ രോഗികൾ സൗഖ്യമായി. വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. ലേഖനങ്ങൾ എഴുതി, ഈടുറ്റ ലേഖനങ്ങൾ എഴുതി, കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി ജനങ്ങളെ പ്രബോധിപ്പിച്ച് എഴുതുവാൻ തക്കവണ്ണം ഈ ദൈവ പുരുഷനെ ദൈവം ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. എന്താണ് കാരണം? ഹല്ലേലൂയ. ഇരുന്ന അവസ്ഥയിൽ പിന്നെയും ഇരുന്നില്ല. മാനസാന്തരത്തിന്റെ അനുഭവം വന്നപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റു പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. Praise God. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനമേ, സ്തോത്രം, നമ്മളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, നാം രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള ലേബൽ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നാം ദൈവത്തിൽ അകൽച്ച വിട്ട് നടക്കുകയാണെങ്കിൽ, ദൈവ സാന്നിധ്യമില്ലാതിരിക്കുകയാണെങ്കിൽ, ദൈവമേൽപ്പിച്ച ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലാണെങ്കിൽ, ദൈവമേൽപ്പിച്ച കൃപകളും കൃപാവരങ്ങളും നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ മടങ്ങി വരുവാനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി വിട്ട് പുറത്തിറങ്ങിപ്പോയി ദൈവസന്നിധിയിൽ പറഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുവാൻ, ഇന്ന് രാത്രിയിൽ നമ്മെ ഉപയോഗിക്കുവാൻ, വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദമായി മാറ്റുവാൻ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ നമ്മളെ ഉപയോഗിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. Praise God. Hallelujah.
ആമേൻ ആമേൻ. Praise the Lord. Hallelujah. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ ഹല്ലേലൂയ. നാം ഹല്ലേലൂയ എന്തൊക്കെയാണ് ചിന്തിച്ചത്? അകലം വിട്ട് പിൻചെല്ലുവാനിടയായി തീർന്നു പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, നമ്മളെ ഏൽപ്പിച്ചതായ, ആമേൻ നമ്മളോട് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാതെ ആമേൻ പോയി കഴിയുമ്പോൾ ദൈവത്തോട് അകലുവാനായിട്ടിടയായി തീരും. അകന്നു കഴിയുമ്പോൾ ഇരിക്കേണ്ടാത്തടത്ത് ഇരിക്കുവാനിടയാകും. അവിടെ പല ഓർമ്മപ്പെടുത്തലുകൾ വന്നാലും ആമേൻ അതിലൊന്നും കീഴ്പ്പെടുവാൻ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, അതിൽ മടങ്ങി വരുവാൻ കഴിയാതെ പിന്നെയും പാപത്തില് അകപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകുവാനിടയാവും. മൂന്നാമത് നാം ചിന്തിച്ചു, ആമേൻ ഏകദേശം 1 മണിക്കൂർ, ആമേൻ വളരെ സമയം, ആമേൻ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കേണ്ട അനുഭവങ്ങൾ മാറ്റിവെച്ചിട്ട് ലോകത്തിന് വേണ്ടി സമയം ചിലവഴിക്കുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ, ആമേൻ. അപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ആമേൻ കർത്താവ് പറഞ്ഞതായ ആമേൻ അരുളപ്പാടുകളോ പ്രവചനമോ ഒന്നും ഓർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ആമേൻ. പക്ഷേ ആമേൻ സ്തോത്രം, കോഴി കൂകിക്കഴിഞ്ഞപ്പോ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്യത്തില്ല, അല്ലേ? Praise God. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം വാർണിംഗ് തരാറുണ്ട്. ഹല്ലേലൂയ. നീ മടങ്ങി വരണം. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നീ മടങ്ങി വന്നാൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചില വാഗ്ദത്തങ്ങൾ ചെയ്തെടുക്കും. നിന്റെ ശുശ്രൂഷയിൽ നിന്നെ അങ്ങനെ മാനിക്കപ്പെടും എന്നൊക്കെയുള്ള ചില വാഗ്ദത്തങ്ങൾ. എന്താണ്? ഇങ്ങനെ പറയും, ഹല്ലേലൂയ, നീ മടങ്ങി വന്നു കഴിഞ്ഞാൽ, നീ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു കഴിഞ്ഞാൽ, നീ ദൈവസന്നിധിയിൽ മുന്നേറി കഴിഞ്ഞാൽ ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണെന്ന്, ആമേൻ ഹല്ലേലൂയ, പലവട്ടം ദൈവം നമ്മളെ പ്രബോധിപ്പിച്ചിട്ടും, ഹല്ലേലൂയ, കീഴ്പ്പെടുവാൻ കഴിയാതെ ആയിരുന്നു കഴിയുമ്പോൾ ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, നമ്മളെ വിട്ടു പോകുവാനായിട്ടിടയായി തീരും. Praise God. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് മധ്യാഹ്ന സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ ഹല്ലേലൂയ, ഇതൊരു മടങ്ങി വരവിന്റെ പകൽക്കാലമായി മാറട്ടെ. ഇതൊരു മടങ്ങി വരവിന്റെ ഹല്ലേലൂയ സമയമായി മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചില പാപങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ സൂചന കിട്ടിയിട്ടും, ഹല്ലേലൂയ, ആമേൻ, നീ അത് ചെയ്യരുത്, നീ അത് കാണരുത്, നീ അതിനകത്ത് അകപ്പെട്ടു പോകരുതെന്ന് ചില സൂചനകൾ കിട്ടിയിട്ടും, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഞാൻ ദൈവത്തിന്റെ പൈതലാ, ഇതൊന്നും ചെയ്താലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ആത്മാവൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, എനിക്കിപ്പോഴും ആരാധിക്കുവാൻ കഴിയുന്നുണ്ടെന്നുള്ള ചിന്തയൊക്കെ ആമേൻ നമ്മളെ ഹല്ലേലൂയ മൂടുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഓർക്കണമേ, ആമേൻ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, അതൊരു വലിയ ആമേൻ അകൽച്ചയിലേക്ക് തള്ളിപ്പറച്ചിൽ അനുഭവം അതെന്താണെന്നറിയാമോ തെളിയുന്നത്? ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ കർത്താവിന്റെ വരവെങ്കിലാണ് അത് തെളിയിക്കപ്പെടുന്നത്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ. അന്ന് കണക്ക് പറയുന്ന നാളിൽ ആമേൻ തലകുലിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന അനുഭവമല്ല. ആമേൻ ഹല്ലേലൂയ. കർത്താവേ, അന്നത്തെ പോലെ തന്നെ കാലേബ് പറഞ്ഞ പോലെ അന്നത്തെ പോലെ തന്നെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്, എന്നെ ഏൽപ്പിച്ച് ഞാൻ വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ട്, എന്നെ ഇനി ഏൽപ്പിച്ചാൽ ഞാൻ അത് ചെയ്യും. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. Praise the Lord. ആമേൻ ഹല്ലേലൂയ. അതേപോലെ മറ്റൊരു അനുഭവമാണ് യൂദയുടേത്. എന്നാൽ ഹല്ലേലൂയ, യൂദ തെറ്റി പോയി. പത്രോസ് ചെയ്ത അത്രയും തെറ്റൊന്നും യൂദ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു, യൂദ ഒറ്റ കൊടുത്തതേ ഉള്ളൂ, ഒരു ഉമ്മ വെച്ചതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മാനസാന്തരത്തിന് അവൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. അവൻ ദൈവത്തിലെ ഹല്ലേലൂയ കരഞ്ഞ് അനുദപിച്ചിരുന്നെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ ജീവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞേനെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ പത്രോസിന്റെയും യൂദയുടെയും ജീവിതത്തിലെ വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ, ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ട് പത്രോസ് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ഇന്ന് മധ്യാഹ്ന സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവ ശബ്ദം കേട്ട് ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ വരുന്ന നാളുകളിൽ അവൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദമാക്കി നമ്മളെ മാറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. അന്ത്യകാല ശുശ്രൂഷയുടെ അഭിഷേകവുമായി അവൻ ചിലതിനെ ഹല്ലേലൂയ ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്ന ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ, നമ്മുടെ തലമുറകളെ മാറ്റി തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ എരിവോടെ ആമേൻ ഹല്ലേലൂയ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകമാരായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കാൻ, ഹല്ലേലൂയ, ഹവ്വയെ ഉപായത്താൽ ശത്രു ചതിച്ചതുപോലെ ചതിക്കുഴിയിൽ പെട്ടുപോകാതെ അവൻ ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം മറ്റൊരു ചിന്തയുള്ളൂ, അവിടെ വിവാഹം എങ്ങനെയെങ്കിലും കഴിയണം. തന്റെ ഹല്ലേലൂയ തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ആ യൗവനക്കാരനുമായി, ആ വ്യക്തിയുമായി എത്രയും വേഗം ഒരു
ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇതേപോലെ തന്നെ ക്രിസ്തു വന്ന ഏകപുരുഷന്റെ മണവാട്ടി സഭയാ അവൻ മണവാട്ടികളായി നമ്മെ തെരഞ്ഞെടുത്തിരിക്കുമ്പോ നമ്മുടെ ജീവിത മുമ്പിലുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മധ്യാകാശത്തിൽ വിവാഹം നടക്കണമെങ്കിൽ മണവാട്ടിയായി വിശുദ്ധിയോടെ പാപമില്ലാത്തവളായി അവൻ ഹല്ലേലൂയ മണവാളിന് വേണ്ടി അവൻ ഹല്ലേലൂയ ഒരുങ്ങി നിൽക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ വിടേണ്ട ചില കാര്യങ്ങളെ വിടണം. പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ ഹല്ലേലൂയ പ്രായം ചെന്നവർക്ക് മാത്രമായിരുന്നു മരണം. ഹല്ലേലൂയ ഇന്ന് അങ്ങനൊന്നുമില്ല. പ്രൈസലോ, നമ്മളെ എപ്പോഴാണ് മരണം പിടിക്കുന്നത് നമുക്കറിയത്തില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഏതു സമയവും ഹല്ലേലൂയ ദൈവസന്നിധിയില് എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായി ഹല്ലേലൂയ വിശുദ്ധിയോടെ നിൽക്കുന്ന കാന്തയായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്ന എനിക്ക് അവസരം തന്ന പ്രിയ സോഫിയ ആൻഡ് ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവ് വരാറായി, കാഹള ശബ്ദം കേൾക്കാറായി. നമുക്ക് ഒരുങ്ങാം വിശുദ്ധിയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി നിൽക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദിവസമായിരിക്കുന്നു. മാറാനാഥ.